ഹലോ ഗൈസ്, എല്ലാവർക്കും നമ്മളെ പുതിയ ബ്ലോഗ് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മൾ ഇന്ന് എന്താ പറയാൻ വന്നിട്ടുള്ളതെന്ന് വെച്ചാല് നമ്മൾ ഇന്നൊരു Q&A വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. ഇത് ടിഷ്യൂ പേപ്പർ കേട്ടോ. അപ്പൊ നമ്മളൊരു Q&A വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത്. Q&A വീഡിയോ പറയുമ്പോൾ ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇപ്പൊ കുറച്ച് ദിവസം പനിയും മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോ ഉള്ള ശബ്ദം കൊണ്ട് നിങ്ങളെ മുമ്പിൽ ഹാജരായതാണ്. അപ്പോ എല്ലാവരും പരമാവധി കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഞാൻ എന്താ Q&A വീഡിയോ എന്താന്ന് വെച്ചാല് Q&A പറഞ്ഞാൽ ഇൻസ്റ്റാഗ്രാമിൽ ഞാനൊരു ക്വസ്റ്റ്യൻസ് ഇട്ടീനു. അതിൽ വന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാര്യങ്ങളും പിന്നെ യൂട്യൂബിൽ ഷോർട്സിൽ വരുന്ന കുറച്ച് കമന്റും കാര്യങ്ങളൊക്കെയാണ് ഞാനിന്ന് പറയാൻ പോകുന്നത്. അപ്പോൾ പരമാവധി വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും വാച്ച് ചെയ്തിരിക്കുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ചുമയും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞാൻ പറഞ്ഞു വന്ന പോലെ തന്നെ ഒരു Q&A വീഡിയോ ആയിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത്. Q&A വീഡിയോ എന്ന് പറയുമ്പോൾ ഇൻസ്റ്റഗ്രാമിൽ ഞാൻ പറഞ്ഞല്ലോ, ഇൻസ്റ്റഗ്രാമിൽ ക്വസ്റ്റ്യൻസിൽ ഞാൻ കുറച്ച് എന്തെങ്കിലും ചോദിച്ചോളി, നിങ്ങൾക്ക് എന്താ ചോദിച്ചോളി എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ ഞാനൊരു ഇത് ഇട്ടിരുന്നു, ഒരു ക്വസ്റ്റ്യൻ സ്റ്റോറി ഇട്ടിരുന്നു. അപ്പോൾ ആ സ്റ്റോറിയിൽ വന്ന കമന്റ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അതിൽ നല്ല കമന്റ്സ് വന്നിരുന്നു, കുറെ നല്ല കമന്റ് വന്നതൊക്കെ ഞാൻ സെലക്ട് ചെയ്തെടുത്തുകയാണ്. അപ്പോൾ ഞാൻ അതിൽ ഉള്ള ആൾക്കാർക്കുള്ള ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യാനാണ് ഇന്നൊരു Q&A വീഡിയോ ആയിട്ട് ഞങ്ങൾ വന്നിട്ടുള്ളത്. പിന്നെ ആദ്യം എല്ലാവരും നമുക്ക് ആദ്യം വീഡിയോയിലോട്ട് കടക്കാം. അപ്പോൾ Q&A വീഡിയോ സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പോൾ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണുക. അപ്പോ വേറെ വീഡിയോയിലോട്ട് പോകാം. അപ്പൊ ഗൈസ്, എല്ലാവരും ആദ്യം തന്നെ ചോദിച്ചിരുന്ന എന്താ അറിയോ, ആ നസീൽ, എന്റെ അനിയനാണ് നസീല്. അപ്പൊ ഓന് മരത്തുമ്മ കേറിയ വീഡിയോ നല്ല റീച്ച് ആയിരുന്നു. ഏകദേശം എത്ര മില്യൺ ആയിരുന്നു? 6 മില്യൺ ആയിട്ടായില്ലേ? 6 മില്യൺ ആയി. രണ്ടാമത് വിട്ടതോ 3 മില്യൺ ആയി. എത്ര? ഏകദേശം 6 മില്യൺ അറിയുമ്പോ 64 ലക്ഷം, 6.4 മില്യൺ ആയിക്കണ് ഫസ്റ്റ് വിട്ട റീല്. ഓന് മരത്തുമ്മ കയറുകളെല്ലാം പൗതിമുക്കാൽ ആൾക്കാരും കണ്ടിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. ഒരു പേരക്കമരത്തുമ്മ കയറി ഇങ്ങനെ സ്പൈഡർമാന്റെ പോലെ ഇങ്ങനെ തൂങ്ങണ ഒരു വീഡിയോ, അത് 6 മില്യൺ, 6.4 മില്യൺ ആയിട്ടുണ്ട്. അപ്പോ അതിനൊന്നും ഞാൻ ആഘോഷ കാര്യങ്ങളൊന്നും നടത്തിയിട്ടില്ല. പിന്നെ അതാണ് കുറെ പേര് ചോദിച്ചിരുന്നത്, അത് നിന്റെ അനിയനാണോന്ന് ചോദിച്ചിരുന്നത്. അതെന്റെ അനിയനാണ്. അതെന്റെ മൂന്നാമത്തെ അനിയനാണ്, അല്ലെ ഒന്നാമത്തെ അനിയനാണ്. ഓക്കെ, എനിക്ക് ശരിക്കും 2 അനിയന്മാരാണുള്ളത്. ഒന്ന് ഇവനും പിന്നെ ആ മരത്തുമ്മ കയറി തൂങ്ങിയാനും. അങ്ങനെയല്ല, മരത്തുമ്മ കയറി ഇങ്ങനെ 24 മണിക്കൂർ മരത്തുമുള്ള ഒരു ചെക്കനും. അവനങ്ങനൊന്നും കേട്ടോ, അവനാള് പൊതുവെ അങ്ങനെ തന്നെയാണ്, ഒരു പൊട്ടിത്തെറിപ്പിന്റെ ആശാനാണ്. അപ്പൊ അതന്നെ ഞങ്ങൾ പറയാൻ വന്നത്. പിന്നെ അതാണ് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നത്, ഓൻ മരത്തുമ്മ കയറി ഓന് നിന്റെ അനിയനാണോ, അതൊക്കെയാണ് കുറെ ആൾക്കാർ ചോദിച്ചിരുന്നത്. അപ്പോ എന്റെ അനിയനാണ്, ഓനിന്റെ രണ്ടാമത്തെ അനിയനാണ്. ഫസ്റ്റത്തെ അനിയത്തി, പിന്നെ അനിയനെ, പിന്നെ ഞങ്ങൾ 2 ആള്, പിന്നെ ലാസ്റ്റ് മിസ്ഹബാണ്. ഇവന്റെ പേര് മിസ്ഹബാണ്, എന്റെ പേര് മുഹമ്മദ് അമീനാണ്. അപ്പൊ അങ്ങനെയാണ്. പിന്നെന്താ വെച്ചാൽ ഞങ്ങള് വീട് എവിടെ വരുന്നതെന്ന് കുറെ ആൾക്കാർ ചോദിച്ചിന്. വീട് എവിടെ വരുന്നതെന്ന് ഞാൻ ഇനിയിപ്പോ ഒരു ലൈവില് വരികയാണെങ്കിൽ പോലും, ബിക്കോസ് ഒരു ലൈവില് വരികയാണെങ്കിൽ പോലും എല്ലാരും കുറെ ആൾക്കാർ ചോദിക്കണതാണ്, ഞങ്ങളെ വീട് എവിടെയാന്ന് കുറെ ആൾക്കാർ ചോദിക്കലുണ്ട്. എന്റെ വീട് വരുന്നത് വെന്നിയൂര് MLA റോഡ് പോത്തുംകൊണ്ട് പറഞ്ഞ ഒരു സ്ഥലത്താണ് ഞങ്ങളെ വീട് വരുന്നത്, അല്ലെ? പോത്തുംകൊണ്ടിലാണ് ഞങ്ങളെ വീട് വരുന്നത്. അപ്പോ ഞങ്ങളെ വീട് കാര്യങ്ങളൊക്കെ പോത്തുംകൊണ്ട് പറഞ്ഞ സ്ഥലത്താണ് വരുന്നത്. അപ്പള ജുമാ മസ്ജിദിന്റെ അവിടുന്ന് കുറച്ചുള്ളൂ. വെന്നിയൂര്, ഞങ്ങളെ മഹല്ല് പള്ളി വെന്നിയൂര് ജുമാ മസ്ജിദ്. അപ്പൊ നിങ്ങൾക്ക് ഏകദേശം ലൊക്കേഷൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പൊ അവിടെയാണ് ഞങ്ങളെ ലൊക്കേഷൻ വരുന്നത് വീടിന്റെ. അപ്പോ ഞങ്ങളെ വീട് നിൽക്കുന്ന ലൊക്കേഷന് വെന്നിയൂര് MLA റോഡ് എന്ന പ്രദേശത്താണ് ഞങ്ങളെ വീട് നിൽക്കുന്നത്. അപ്പോ ഇനി വേറെ കുറെ ആൾക്കാർ കുറെ കാര്യങ്ങൾ ചോദിച്ചിന്. ഇജ്ജ് എത്രയിലാ പഠിക്കണമെന്ന് ചോദിച്ചിന്. പിന്നെ എത്രയിലാ പഠിക്കണമെന്ന് വെച്ചാല്, ഞാനിപ്പോ ദർസിലാണ് പഠിക്കണത്. ദർസില് ഇപ്പൊ ഏകദേശം കുറച്ചായി. ചെറുപ്പം മുതലേ ദർസിൽ തന്നെയാണ്. ചെറുപ്പം മുതലേ അറിയുമ്പോ ഏകദേശം എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ ഏകദേശം എത്ര കൊല്ലം, ഇപ്പൊ ഏകദേശം ഒരു 9 കൊല്ലൊക്കെ ആയിപ്പോ ഞാൻ ദർസ് പഠിക്കൽ സ്റ്റാർട്ട് ചെയ്തിട്ട്. അത്രയും കാലം ഞാൻ ദർസിൽ ദർസിൽ പോയിന ഒരാളാണ്. ദർസ് കിതാബുകളൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ട് ഏകദേശം ഒരു 3-4 വർഷമായിട്ടുള്ളൂ. 4 വർഷമൊക്കെ ആയിട്ടുണ്ടാവുള്ളൂ. അതുവരെ ഞാൻ ദർസ് പള്ളിയിൽ തന്നെ അതിന് താമസവും കാര്യങ്ങളൊക്കെ.
അധികമല്ല, ലീവിന് നാട്ടിൽ വരും, അല്ലാതെ പള്ളിയിൽ തന്നെയാണ് കൂടുതൽ താമസം കാര്യങ്ങളൊക്കെ. അള്ളാഹുവിന്റെ അപാരമായ തൗഫീഖ് കൊണ്ട് ഏതായാലും അതൊക്കെ റാഹത്തായി നടന്നു കഴിഞ്ഞു ഗൈസ്. പിന്നെ എനിക്ക് എന്താ പറയാനുള്ള വെച്ചാല്, കുറെ ആൾക്കാർ ചോദിച്ചു നിങ്ങൾ എന്തിനാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത്, നിങ്ങൾ എന്തിനാണ് കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിരിക്കണമെന്ന് കുറെ ആൾക്കാർ ചോദിച്ചു. ഇൻസ്റ്റഗ്രാമിലായാലും യൂട്യൂബിലായാലും കുറെ പേര് ചോദിക്കലുണ്ട്. അപ്പൊ ഞാൻ എനിക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ചാല്, കോണ്ടന്റ് ക്രിയേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു പാഷനാണ്. ഞാനിതൊരു പാഷനായി കാണുന്നത്. ഈ കോണ്ടന്റ് ക്രിയേഷൻ ഒരിക്കലും ഒരു ജോബായി കാണാൻ പറ്റില്ല. കാരണം ഇതെന്നാ പൂട്ടി പോകാൻ പറയാൻ പറ്റില്ല. ടിക്ടോക്ക് പൂട്ടി പോയ മാതിരി ഇതെന്നാ പൂട്ടി പോകാൻ പറയാൻ പറ്റില്ല. യൂട്യൂബ്, ഇൻസ്റ്റാഗ്രാമൊക്കെ എന്നാ പൂട്ടി പോകാന്ന് പറയാൻ പറ്റില്ല. അപ്പൊ നമ്മളിത് മെയിൻ ആക്കി എടുക്കാൻ പറ്റില്ല. നമുക്ക് ഇതിന് നല്ലൊരു ഇൻകം ഏൺ ചെയ്യാൻ കഴിയുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോ ഒരു 2 ലാക്ക് അത്രയൊക്കെ നമുക്ക് ഏൺ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതൊക്കെ ഒരു ജോബായിട്ട് പിന്നെയും കാണാം. കാരണം എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഇതിന് ഏണിങ്സും കാര്യങ്ങളൊന്നും എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. ഇൻഷാ അള്ളാ എല്ലാം കിട്ടുമെന്ന് വിചാരിക്കുന്നു. അപ്പോ കിട്ടുന്ന വരെ നമ്മളിങ്ങനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കണം, ഹാർഡ് വർക്ക് ചെയ്യണം. നിങ്ങളെ സപ്പോർട്ട് എന്തായാലും വേണം. നിങ്ങളെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് അതൊക്കെ കവർ ചെയ്യാൻ പറ്റുള്ളൂ ഇൻഷാ അള്ളാ. ഗൈസ്, ഞാൻ എന്താ പറഞ്ഞു വന്ന വെച്ചാല്, ഇവിടെ ഇനിയിപ്പോ നമ്മൾ പറഞ്ഞതിൻ്റെത് കോണ്ടന്റ് ക്രിയേഷനെ പറ്റില്ല. കോണ്ടന്റ് ക്രിയേഷനെ പറ്റി പറയുകയാണെങ്കിൽ, കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒരുപാട് പേരുണ്ടാവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കാലത്ത് കോണ്ടന്റ് ക്രിയേഷൻ ഈ സോഷ്യൽ മീഡിയ ഒരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു, നല്ലൊരു പ്ലാറ്റ്ഫോമായി മാറിക്കഴിഞ്ഞു. അപ്പോ ഇനി കുറെ ആൾക്കാര് യൂട്യൂബിലേക്കും ഇൻസ്റ്റഗ്രാമിലേക്കൊക്കെ ഇപ്പൊ തന്നെ ഓൾറെഡി ഫുൾ ആയിക്കണ്. യൂട്യൂബൊക്കെ നല്ല ക്രിയേറ്റേഴ്സ് ഉണ്ട്. ഒരു നാട്ടിൽ തന്നെ ചിലപ്പോ കുറെ ക്രിയേറ്റേഴ്സ് ഉണ്ടാവും. അപ്പൊ ഇപ്പൊ നമ്മള് കണ്ടന്റ് വാച്ച് ചെയ്യാൻ നമ്മള് ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന കണ്ടന്റ് ഇട്ടാലേ ആൾക്കാർ ഇപ്പൊ വാച്ച് ചെയ്യണുള്ളൂ. അല്ലാതെ മുമ്പത്തെ പോലെ എന്തെങ്കിലും ഫസ്റ്റ് ലോക്ക്ഡൌൺ ടൈമിലൊക്കെ തുടങ്ങിയവരൊക്കെ രക്ഷപ്പെട്ടിരിക്കണം. അന്ന് ഞാനിപ്പോ കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങിയിട്ട് ഇപ്പൊ ഏകദേശം ഒരു 4 മാസമായിട്ടുള്ളൂ ഞാൻ കോണ്ടന്റ് ക്രിയേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ട്. അതിൻ്റെ ഉള്ളിലുണ്ടായ എനിക്ക് അനുഭവം എന്ന് പറഞ്ഞറിയിക്കാൻ മാത്രമുള്ള അനുഭവം ഒന്നുമില്ല. എന്നാലും കുറച്ച് കാര്യങ്ങളൊക്കെ എനിക്ക് അനുഭവമായിട്ടുണ്ട്. എന്താന്ന് വെച്ചാല്, ഞങ്ങൾക്കൊരു കാര്യം മനസ്സിലായി, ഇതില് നമ്മൾ എഫേർട്ട് എടുക്കണം എന്ന് മനസ്സിലായി. പിന്നെ നമ്മൾ എന്തെങ്കിലും കണ്ണിൽ ഇട്ടിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായി. അങ്ങനെ കുറച്ച് അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുക്കാൻ കഴിഞ്ഞു. ഗൈസ്, കുറെ ആൾക്കാർ ചോദിച്ചിന് എന്തിനാണ് വ്ളോഗും കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യല്, എന്റെയൊക്കെ ഐഫോൺ 17 Pro Max ഉണ്ടോ, എന്തിനാ ഷൂട്ട് ചെയ്യലെന്നൊക്കെ ചോദിച്ചിന്. ഈ വ്ളോഗിന് ഫോണല്ല മെയിൻ ആയിട്ട് വേണ്ടത്. ആദ്യം വേണ്ട, അത് ഞാൻ മുമ്പത്തെ വ്ളോഗിൽ പറഞ്ഞിരുന്നാലും ഞങ്ങൾക്ക് അറിയാത്തവർക്ക് വേണ്ടി ഒരു Q&A എന്നുള്ള നിലക്ക് ചോദിച്ചവർക്ക് വേണ്ടി പറഞ്ഞു തരാന്നുള്ളൂ. അപ്പോ ഞാന് പറഞ്ഞുതരാം. വ്ളോഗിനായിട്ട് വേണ്ടത് മെയിനായിട്ട് നല്ലൊരു ഫോണ് എന്ന് വേണം. അങ്ങനൊന്നുമില്ല. നമ്മളേക്കുള്ള ഫോൺ ഏതാണ്, കുഴപ്പമില്ലാത്ത ഫോണാണോ അതിമ വെച്ച് തുടങ്ങുക. ഇപ്പൊ നല്ല ക്ലാരിറ്റി ഉള്ള വീഡിയോനെക്കാട്ടി റീച്ചുള്ള വീഡിയോകളൊക്കെ ചിലത് ക്ലാരിറ്റി കുറഞ്ഞ പണ്ടത്തെ ഫോണിലൊക്കെ എടുത്ത അങ്ങനത്തെ വീഡിയോസ് കാരണം നല്ല റീച്ച് ഉണ്ടാവില്ല. അത് കണ്ടന്റ് ആണ് ആൾക്കാർ നോക്കുക. കണ്ടന്റ് ബേസ്ഡ് ആണ് വീഡിയോ കാര്യങ്ങളൊക്കെ വാച്ച് ചെയ്യാനും റീച്ച് ആവാനൊക്കെ ആൾക്കാർ സഹകരിക്കും. പിന്നെ ക്വാളിറ്റി കൂടുന്നതിനനുസരിച്ച് അതിൻ്റെതായ ബെനിഫിറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അത് വേറെ. ഞാനിപ്പോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് സാംസങ്ങിലാണ്. സാംസങ് പറയുമ്പോൾ S25 FEയിലാണ് ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോ എനിക്കെന്താ പറയാനുള്ളത് വെച്ചാൽ, കോണ്ടന്റ് ക്രിയേഷൻ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവരൊക്കെ തുടങ്ങുക. പരമാവധി മടിച്ചു നിന്നാൽ അതിനെ നേരം ഉണ്ടാവുള്ളൂ. അങ്ങനെ മടിച്ചു നിൽക്കാൻ പാടില്ല. ഏത് കാര്യം സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിലും അതിങ്ങനെ അതില് നാളെ എന്ന് പറയുന്നിടത്തോളം അത് നീള പറഞ്ഞിങ്ങനെ നീണ്ടുപോകും. അപ്പോ അത് വലിയൊരു ബുദ്ധിമുട്ടാണ്. അപ്പൊ എല്ലാവരും തുടങ്ങുന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തുടങ്ങുക, നല്ല കണ്ടന്റും കാര്യങ്ങളൊക്കെ വിടുക ഇൻഷാ അല്ലാഹ്. ഗൈസ്, കുറെ ആൾക്കാർ ചോദിച്ചിനി നിങ്ങളെ ഫാമില് കോഴിക്കളും കാര്യങ്ങളൊക്കെ തോനുണ്ടല്ലോ, അപ്പൊ ഇത് നിങ്ങൾക്ക് കൊടുക്കാനുള്ളതാണോ, അതോ ഇത് നിങ്ങള് പെരിയില് കോഴി ഫാം ഉണ്ടോ, അതോ ഇത് മൊത്തം നിങ്ങളെ പെരിക്കുള്ള തന്നെയാണോ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ചോദിച്ചിനി. അങ്ങനെ ചോദിച്ചാല് നമ്മളെ പെരീത്തെ ആവശ്യങ്ങൾക്കുള്ളതാണ് കോഴി ഫാം അല്ലേ. നമ്മളെ പെരിയില് മുട, മിസബിന് തിന്നാനും മുട വേണം, എനിക്ക് തിന്നാൻ മുട വേണം. അങ്ങനെ പെരീത്തെ അല്ലറ ചില്ലറ കാര്യങ്ങൾക്ക് മാത്രം എടുക്കുന്ന ഒരു സ്പേസ് ആണ് ഈ കോഴി ഫാം എന്നുള്ളത്. കോഴി ഫാം എന്നല്ല, വീട്ടാവശ്യങ്ങൾക്കുള്ള കോഴിക്കളാണ്. പിന്നെ ആ ലോക്ക്ഡൌൺ തന്നെ അതിന്റെ ചരിത്രം ഗൈസ് ഞാൻ അവിടെ പറഞ്ഞു നിർത്തിയെന്ന് നിങ്ങൾക്കറിയില്ല. എവിടെയും പറഞ്ഞു നിർത്തിയിട്ട് ഫാമിന്റെ കാര്യമല്ലേ. ഫാമിന്റെ കാര്യമല്ല, ഫാം എങ്ങനെ സ്റ്റാർട്ട് ചെയ്തു, നിങ്ങൾ എന്തിനാണ് കോഴി ഫാം സ്റ്റാർട്ട് ചെയ്തത്, നിങ്ങൾ ഫസ്റ്റ് ടൈം ആണോ സ്റ്റാർട്ട് ചെയ്തത്, അങ്ങനെ കുറെ ചോദ്യങ്ങൾ വരലുണ്ട്. കോഴിക്കൾ എന്താ എൻ്റെ വരിയത്തെ ഫുൾ എൻ്റെ വരിയിൽ തന്നെയാണോ, അങ്ങനെയൊക്കെ കുറെ ആൾക്കാർ ഡൗട്ട്സും കാര്യങ്ങളൊക്കെ ചോദിക്കലുണ്ട്. അതിനാണ് ഞങ്ങൾ ഈ ഒരു Q&A വീഡിയോ ആയിട്ട് വന്നിട്ടുള്ളത്.
അപ്പോൾ കുറച്ചു നേരം മുമ്പ് ബാങ്ക് കൊടുത്തു, അതാണ് ഞാൻ സ്റ്റോപ്പ് ആക്കി വെച്ചത്. പിന്നെന്താ വെച്ചാല് അതിനൊരു ചരിത്രം പറയാണ്ട്, ഞാൻ പറഞ്ഞല്ലോ അതിനൊരു ചരിത്രം പറയാണ്ട്. എങ്ങനെ തുടങ്ങിയെന്ന്, ലോക്ക്ഡൌണിന്റെ ടൈമില് ഞാനൊക്കെ വെറുതെ ഇരിക്കണേ, അന്ന് ചെറിയ കുട്ടിയാ, ഇവന്റെ അത്ര അല്ല, എന്റെ ഫസ്റ്റത്തെ അനിയന്റെ അത്ര വലിപ്പമുള്ളൂ, നസീലിന്റെ ആ മരത്തുമ്മ കയറി വൈറലായില്ലേ, ഓന്റെ അത്ര വലിപ്പമുള്ളൂ. അന്നാണ് ഞങ്ങള് ഫസ്റ്റ് ആയിട്ട് പ്രാവിനെ കൊണ്ടുവരുന്നത്. എന്റെ വീടിന്റെ താഴത്തുള്ള ഒരു വീട്ടിൽ നിന്ന് ഷാബാക്കെന്നറിയും, എന്റെ മുമ്പേ ഞങ്ങൾ അയൽവാസി തന്നെയാണ്, പക്ഷെ അവിടെ പ്രാവും കാര്യങ്ങളൊക്കെ തോനുണ്ടേന്. അപ്പൊ ഞങ്ങൾ അങ്ങനെ അവിടുന്ന് പ്രാവിനും കാര്യങ്ങളൊക്കെ കൊണ്ടുവരേനു. അവിടുന്ന് അങ്ങനെ ഞങ്ങൾ പ്രാവിനെ കൊടുന്നു. പിന്നെ ആ പ്രാവിനെ അങ്ങനെ നോക്കി കുറെ പ്രാവ്, 100 ചില്ലാനം പ്രാവ് ഉണ്ടേനി, കുറെ പ്രാവും കാര്യങ്ങളൊക്കെ ഉണ്ടേനി. അങ്ങനെ ഞങ്ങൾ പ്രാവിനും കാര്യങ്ങളൊക്കെ വളർത്തി പിന്നെ കോയിമക്കായി വല്ലേ, പിന്നെ കോയി, ഫാൻസി കോയി, അങ്ങനത്തെ നാടൻ കോയി, ബ്രഹ്മക്കോയി, അങ്ങനത്തെ കോഴിക്കള് ഞങ്ങൾ രണ്ടാളും കൂടി ഭയങ്കര കച്ചവടേനി. ഞങ്ങൾ രണ്ടാളല്ല, ഫാദറും ഫ്രണ്ടും കൂടി. അപ്പൊ അങ്ങനെ നല്ല ഒരു ലോക്ക്ഡൌൺ ടൈമില് നല്ലൊരു ഏണിങ്സ് ടൈം, കുഴപ്പമില്ലാത്ത ഏണിങ്സ് ടൈം ഒന്നും ഉണ്ടാക്കാൻ പറ്റി. ഏണിങ്സ് ഉണ്ടാക്കണമല്ല, നമ്മളൊരു പാഷനും കൂടി ആയിക്കൊണ്ടാണ് കാണുന്നത്. ഈ വ്ളോഗിങ് ഒരു പാഷനാണല്ലോ എൻ്റെ, അപ്പൊ അതേപോലെ തന്നെ ഒരു പാഷനാണ് എൻ്റെ ഉപ്പാന്റെ പാഷനാണ് ഈ ഫാം എന്നുള്ളത്. അപ്പൊ ഞങ്ങള് അത് രണ്ടും കൂടി ഇങ്ങനെ നടത്തി ഇങ്ങനെ അടിപൊളിയാക്കി കൊണ്ടുവന്ന് ഒരു ഷെഡൊക്കെ കെട്ടി അടിപൊളി ഫാം ആക്കി എടുത്തിക്കണം. അത്ര ഉള്ളു ഫാമിന്റെ ചരിത്രം. പിന്നെ അന്ന് മുതൽ വളർത്താൻ തുടങ്ങിയതാണെന്ന് പറയാം. ലോക്ക്ഡൌണ് കൊറോണ എന്നതിന് 2022-2021 അല്ലേ കൊറോണ ലോക്ക്ഡൌൺ. അപ്പൊ ആ ടൈമിലേനി ഞങ്ങൾ ഫാമും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്തത്. അന്ന് വലിയ ഷെഡും കാര്യങ്ങളൊന്നും ഇല്ലേനി. നിങ്ങൾ കഴിഞ്ഞ വ്ളോഗ് എടുത്ത് നോക്കിയാൽ അറിയാം ആ ഷെഡും നിങ്ങൾക്ക് ഫാമും കാര്യങ്ങളും കാണണമെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വ്ളോഗ് എടുത്ത് നോക്കിയാൽ കാണാം. അപ്പൊ ആ വ്ളോഗില് ഞാൻ പറഞ്ഞിട്ടുണ്ട്, കഴിഞ്ഞ വലിയ വ്ളോഗില് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഫാമിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ. അപ്പൊ എല്ലാരും അതും കൂടി ഒന്ന് കണ്ടു നോക്കുക. പിന്നെന്താ വെച്ചാല് ഇതാണ് നമ്മളെ മിസ്സബ്. ഇവന് എത്രാം ക്ലാസ്സിലാണ് പഠിച്ചത്? ഇവന് UKG പഠിക്കണേ. കുറെ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് അഞ്ചന്മാരൊക്കെ എത്രയിലാണ് പഠിക്കണേ, അഞ്ചന്മാരൊക്കെ ഉസ്താദ്മാർ തന്നെയാണോന്ന് ചോദിച്ചിന്. ഞങ്ങളെ ഫാമിലി എന്ന് പറയുന്നത്, ഞങ്ങളെ ഫാമിലി ഉമ്മാന്റെ അടുത്ത ഫാമിലി ഫുള്ള് മൂല്യന്മാരാണ്. അപ്പൊ ഞങ്ങള് ഫുള്ള് ഉസ്താദ്മാരാണ്, ഞങ്ങളെ കുടുംബം മൊത്തം. അപ്പോ അങ്ങനെയാണ് ഞങ്ങൾ പരമ്പരാഗതമായി കിട്ടിയൊരു ഇതാണ്. അത്രേ ഉള്ളൂ. പിന്നെ മിസ്സബ് എത്രയില് പഠിക്കണെന്ന് വെച്ചാല് UKG-യിലാണ് മിസ്സബ് പഠിക്കണത്. മദർസില് 1ാം ക്ലാസ്സില്. പിന്നെ ഇപ്പൊ നബിദിനത്തിന് പാട്ടൊക്കെ കിട്ടിയിരിക്കണ്. ഇപ്പൊ രാവിലെ മുതല് പാട്ട് കാരണം ഇങ്ങനെ നടക്കേനി ഇവിടെ. അപ്പൊ ഇനി പാട്ടും കാര്യങ്ങളൊക്കെ എടുത്തെടുക്കാണ്ട്. പിന്നെ അതല്ല പറയാൻ വിട്ടു, മിസ്സബ് ഇപ്പൊ ഓർമ്മപ്പെടുത്തിയതാണ്. എന്ത്? ഞങ്ങളെ പെരിയില് മീനുണ്ടേനി ലോക്ക്ഡൌണിൽ നിന്ന്. ഞാൻ ആ വിഷയം പറയാൻ വിട്ടാണ്. ഞങ്ങളെ പെരിയില് ഞാൻ പക്ക ഒരു മീൻ പിരാന്തൻ. എങ്ങനെ പറഞ്ഞാല് ഗപ്പീസ്, മോളീസ്, ഫൈറ്റർ, അങ്ങനത്തെ എത്ര പൈസ കിട്ടണ് അതൊക്കെ മീൻ വാങ്ങും. അങ്ങനത്തെ ഒരു മനുഷ്യനായി പോയി ഞാന്. കാരണം ഇപ്പൊ അങ്ങനെ ഇല്ല, ഇപ്പൊ മൈൻഡ് ഒന്നും ഇല്ല. അതൊക്കെ ഓരോരോ നേരത്തെ ഓരോ പിരാന്ത്, പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോരോ നേരത്തെ ഓരോ ചന്നിയാണല്ലോ, ഓരോ മൈൻഡാണല്ലോ. അപ്പോ അങ്ങനെ ഞാന് മീനും കാര്യങ്ങളൊക്കെ കണ്ടമാനുണ്ടേനി. അപ്പൊ ഞാൻ മീനും കാര്യങ്ങളൊക്കെ നോക്കി അങ്ങനെ സെറ്റാക്കി ആയിമെന്ന് കുറച്ച് ഏണിങ്സും കാര്യങ്ങളൊക്കെ കിട്ടും. ഏണിങ്സ് എന്ന് പറയാൻ മാത്രമൊന്നുമില്ല, ഒരു 10-20 ലാഭം കിട്ടുന്ന രീതിയിലൊക്കെ വെക്കുള്ളൂ. അങ്ങനെ അത് കുറെ ചാവും, കുറെ തീറ്റിട്ട് കൊടുക്കും, കുറെ വലുതാവും, കുറെ ഇങ്ങനെയൊക്കെ ആവും. അതൊക്കെ പോട്ടെ. അപ്പോൾ ഇന്നത്തെ Q&A വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. ഞങ്ങൾ ഇത്ര തന്നെ ഉള്ളു ഞങ്ങൾക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഇനിയും ഞങ്ങൾ Q&A വീഡിയോ ആയിട്ട് പാർട്ട് 2 വരണമെങ്കിൽ നിങ്ങൾ ഇതിന്റെ കമന്റ് ബോക്സിൽ കുറെ കമന്റ് ഇട്ടോളി, ഞങ്ങൾ അതിനൊക്കെ റീപ്ലൈ തരുന്നതായിരിക്കും. പിന്നെ നിർത്തി പോകാനൊക്കെ കുറെ ആൾക്കാർ ഇൻസ്റ്റാഗ്രാമിലൊക്കെ പറയുന്നുണ്ട്. യൂട്യൂബ് ചാനലായാലും ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുന്നതായാലും എൻ്റെ ഒലക്ക വീഡിയോസ് എന്നൊക്കെ പറഞ്ഞ് നിർത്തി പോകാൻ കുറെ ആൾക്കാരുണ്ട്. അങ്ങനെ പറയുന്ന കുറെ ആൾക്കാരുണ്ട്. പക്ഷെ ഞാൻ അതൊന്നും മെയിൻറ്റ് ആക്കൂല. ഞാൻ ഇനി മുന്നോട്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ പിന്നെ സപ്പോർട്ട് ചെയ്യണവര് സപ്പോർട്ട് ചെയ്യുക, ഇല്ലാത്തവർ പോവുക. ഓക്കെ, ഇല്ലാത്തവർക്കും സ്വാഗതം തന്നെയാണ്. ഇല്ലാത്തവര് പരമാവധി നല്ല കമന്റ്സും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കുക. ഇല്ലാത്തവരാണെങ്കിൽ ഒന്ന് കണ്ടിരിക്കുക, അല്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇൻഷാ അല്ലാഹ് അസ്സലാമു അലൈക്കും. ഇതിൽ നല്ല കിടിലം വീഡിയോസ് ഏറ്റ് വരുന്നതായിരിക്കും. ബൈ. ഓക്കെ, മിസ്സബിനോട് ഒരു ബൈ ചോദിച്ചു നോക്കാം. ബൈ. ഓക്കെ, അസ്സലാമു അലൈക്കും.